തലയ്ക്കും കഴുത്തിനും കൈക്കും തുടരെ വെട്ടി. അപ്രതീക്ഷിത ആക്രമണത്തിൽ പതറിപ്പോയ അശ്വതി നിലവിളിച്ചുകൊണ്ട് അയൽ വീട്ടിലേക്ക് ഓടി. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 8 മണിക്കായിരുന്നു ആക്രമണം. മൈലപ്ര കോട്ടമലയിലെ വാടക വീട്ടിലായിരുന്നു സംഭവം. സമീപവാസികളാണ് അശ്വതിയെ വാഹനത്തിൽ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അശ്വതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് തിരുവനന്തപുരം സ്വദേശി വിപിൽ കുട്ടികളുമായി കടന്നു. ആദ്യം കോഴഞ്ചേരി ഭാഗത്തെത്തിയ ഇയാൾ ഓട്ടോറിക്ഷയിൽ ചെങ്ങന്നൂരിലേക്ക് പോയെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. 2 കുട്ടികൾ വിപിലിനൊപ്പമുണ്ടെന്നത് പോലീസിന്റെയും ആദ്യം കൂട്ടി. അതുകൊണ്ട് തന്നെ പ്രതിയുടെ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച പോലീസ് ഇയാളെ കണ്ടെത്താൻ പൊതുജനങ്ങളുടെ സഹായവും തേടിയിരുന്നു. ആങ്ങമൂഴി സ്വദേശിനിയാണ് 28-കാരി അശ്വതി. തിരുവനന്തപുരം സ്വദേശി വിപിലിന് പ്രായം 30. വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങളായിരുന്നുവെന്നാണ് പോലീസിനു ലഭിച്ച വിവരം. അന്വേഷണം പുരോഗമിക്കവേ ഇന്നു രാവിലെ പത്തനംതിട്ട ഡിവൈഎസ്പി ഓഫീസിലെത്തി വിപിൽ കീഴടങ്ങി. പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം നാളെ കോടതിയിൽ ഹാജരാക്കും. ആക്രമണം നടന്ന ദിവസം രാത്രിയോടെ തിരുവനന്തപുരം ചാക്കയിലെ വീട്ടിൽ കുട്ടികളെ എത്തിച്ച ശേഷം ബംഗളൂരുവിലേക്ക് പോയെന്നാണ് വിപിലിന്റെ മൊഴി. പോലീസ് അവിടെയും എത്തിയെന്ന് മനസ്സിലായതോടെ വീണ്ടും മുങ്ങി. പിടിയിലാകുമെന്നുറപ്പായതോടെ മറ്റു വഴികളില്ലാതെ കീഴടങ്ങി. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.